ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. അഭിഷിക്തനായ ദാവീദ് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു: അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു. ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ, ദൈവം ചെയ്ത ഉപകാരങ്ങളെയൊക്കെ അനേക പ്രാവശ്യം തൻ്റെ സങ്കീർത്തനങ്ങളിലൂടെ ദാവീദ് വർണ്ണിക്കുവാനിടയായിട്ടുണ്ട്. ഇവിടെ നാം വായിച്ച വാക്യത്തിൽ പറയുകയാണ്, ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന ദാവീദിനുള്ള ബന്ധത്തിൽ ദാവീദ് പറയുകയാണ്, ദൈവം തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, അവൻ തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറെ ഭാഗ്യകരമായ അനുഭവങ്ങളിലൊന്നാണ് മഹാരക്ഷ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവം തൻ്റെ ദയ നമ്മോട് കാണിക്കുമ്പോഴാണ്. പല കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ, പലർക്കും നമ്മോട് ദയ ഉണ്ടാകാതിരുന്നപ്പോൾ, ദയയ്ക്ക് പകരം വൈരാഗ്യവും കോപവുമൊക്കെ നമ്മളോടുണ്ടായ സമയത്ത്, മാറ്റി നിർത്തിയ സമയത്തൊക്കെ നമ്മോട് മഹാദയ കാണിച്ചത് ദൈവമാണെന്ന് ദാവീദ് പറയുമ്പോൾ, അത് ദാവീദിൻ്റെ തന്നെ ജീവിതത്തിലല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമ്മോട് കാണിക്കുന്ന ദയ എത്ര വലുതാണ്. വർണ്ണനാതീതമായിരിക്കുന്ന ദൈവം നമുക്ക് തരുന്ന മഹാരക്ഷയും ദയയും എത്ര വലുതാണ്. എന്നാൽ ഇതൊരു ദിവസം കൊണ്ടോ, ഒരു മണിക്കൂർ കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ചില വർഷങ്ങൾ കൊണ്ടോ അവസാനിക്കുന്നതല്ല. ദാവീദ് പറയുകയാണ്, എൻ്റെ സന്തതിക്ക് അതെന്നേക്കും ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ, അബ്രഹാമിൻ്റെ സന്തതിയായി, ദാവീദിൻ്റെ സന്തതിയായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ മഹാരക്ഷ ലഭിക്കുന്നു, ഈ ദയ ലഭിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ചിന്തയുണ്ടാകട്ടെ, എന്ത്? ദൈവം എന്നോട് കാണിക്കുന്ന മഹാരക്ഷ, ദൈവം എനിക്ക് നൽകുന്ന മഹാരക്ഷ, ദൈവം എനിക്ക് നൽകുന്ന മഹാദയ, തൻ്റെ അഭിഷിക്തന്മാരെ ആദരിക്കുന്ന, അവരോട് ദയ കാണിക്കുന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹം ഈ ദിവസങ്ങൾ നമുക്കും രുചിച്ചറിയുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മളെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.